ഓല അങ്ങനെ തങ്ങളുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് സ്കൂട്ടറുകളായ ഓല S1 ആൻഡ് S1pro ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഓല ക്യാബ്സ് ആൻഡ് ഓല ഇലക്ട്രിക്കിൻ്റെ കോ-ഫൗണ്ടറും CEO ആയിട്ടുള്ള ഭവിഷ് അഗർവാളാണ് കഴിഞ്ഞ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ ഈ രണ്ട് മോഡൽസിനെ നമുക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓല S1ന് 1 ലക്ഷം രൂപയും അതുപോലെ തന്നെ S1proയ്ക്ക് 1,30,000 രൂപയാണ് ഏകദേശം എക്സ്-ഷോറൂം പ്രൈസ് ആയിട്ട് വരുന്നത്. രണ്ട് സ്കൂട്ടറുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു 8.5 kWh ഇലക്ട്രിക് മോട്ടറുകളാണ്. അതുപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റിയും 8.5 kW തന്നെയാണ്. പെർഫോമൻസ് ഫിഗറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 0 to 40 കയറാനായിട്ട് നമ്മുടെ S1ന് വേണ്ടത് 3.6 സെക്കൻഡ്സും അതുപോലെ തന്നെ S1proയ്ക്ക് വേണ്ടത് വെറും 3 സെക്കൻഡ്സുമാണ്. മെയിനായിട്ടും S1ഉം S1proയും തമ്മിൽ വരുന്നത് റൈഡിംഗ് മോഡുകളുടെ വ്യത്യാസവും അതുപോലെ തന്നെ അതിനെ സംബന്ധിച്ചുള്ള പെർഫോമൻസിൻ്റെ വ്യത്യാസമാണ്. അതായത് നമുക്ക് S1ൽ വരുന്നത് നോർമൽ ആൻഡ് സ്പോർട്സ് എന്നുള്ള രണ്ട് റൈഡിംഗ് മോഡ്സും S1proയിലേക്ക് വരുമ്പോൾ അത് 3 ആവുന്നു. നോർമൽ, സ്പോർട്സ് അതുപോലെ തന്നെ ഹൈപ്പർ എന്നുള്ളൊരു മോഡും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ഓല S1ൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 90 km/h അതുപോലെ തന്നെ S1proയുടെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 115 km/h. 0 to 60 വേഗത കൈവരിക്കാൻ ഓല S1ന് വേണ്ടത് 8.1 സെക്കൻഡാണ്. എന്നാൽ ഓല S1pro അത് വെറും 5 സെക്കൻഡിൽ കൈവരിക്കുന്നു. മറ്റൊരു വ്യത്യാസം ഈ രണ്ട് മോഡൽസും തമ്മിൽ വരുന്നത് ബാറ്ററി റേഞ്ചിലാണ്. അതായത് ഒറ്റ ഫുൾ ചാർജിൽ നമുക്ക് S1proയിൽ 181 km സഞ്ചരിക്കാൻ കഴിയുന്നിടത്ത് 121 km മാത്രമേ നമുക്ക് S1ൽ സഞ്ചരിക്കാൻ കഴിയത്തുള്ളൂ. 4 മണിക്കൂർ 48 മിനിറ്റ് കൊണ്ട് നമുക്ക് S1ൻ്റെ ബാറ്ററി ഫുൾ ചാർജ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതേ സ്ഥലത്ത് S1proയിലേക്ക് വരുമ്പോൾ 6 മണിക്കൂർ 30 മിനിറ്റ് എന്നുള്ള ഒരു ചാർജിങ് ടൈമാണ് കിട്ടുന്നത്. അതുപോലെ ക്വിക്ക് ചാർജ് എന്നുള്ളൊരു സംവിധാനം ഇതിൽ വരുന്നുണ്ട്. അതായത് നമ്മൾ വെറും 18 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 75 km സഞ്ചരിക്കാനുള്ള ചാർജ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനിയും കളർ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഓല S1 നമുക്ക് 5 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതേസമയത്ത് S1pro നമുക്ക് 10 കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. മാറ്റ് ആൻഡ് മെറ്റാലിക് ഷെയ്ഡ്സിലാണ് ഈ രണ്ട് മോഡൽസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയൊക്കെ വ്യത്യാസങ്ങളാണ് ഈ രണ്ട് മോഡലുകളും തമ്മിൽ വരുന്നത്. ബാക്കി വരുന്ന അഡീഷണൽ ഫീച്ചേഴ്സ് എല്ലാം തന്നെ രണ്ട് മോഡലുകൾക്കും സെയിം ആണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓല ഹൈപ്പർ ഡ്രൈവ് മോട്ടറും അതുപോലെ തന്നെ ഹൈപ്പർ ഡ്രൈവ് ബാറ്ററിയും ചേർന്ന് തരുന്ന പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 58 Nm ടോർക്കും അതുപോലെ തന്നെ 8.5 kW പവറുമാണ്. ക്രൂസ് കൺട്രോൾ, റിവേഴ്സ് മോഡ് അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്നിവയാണ് ഈ ഒരു മോട്ടറിൻ്റെ മറ്റ് പ്രത്യേകതകൾ. 36 ലിറ്റേഴ്സാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് ആയിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 2020 ജർമ്മൻ ഓട്ടോ ഡിസൈൻ വിന്നർ കൂടിയാണ് ഈ ഒരു S1ൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഐക്കോണിക് ആയിട്ടുള്ള LED ഹെഡ്ലാമ്പ് യൂണിറ്റ്സ് ആണ് ഈ ഒരു വാഹനത്തിന് ഓല പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സിമ്പിൾ ആൻഡ് ഫ്ലൂയിഡിക് ഡിസൈനാണ് ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ബോഡിക്ക് വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന ഓൺ ബോർഡ് കമ്പ്യൂട്ടറിൻ്റെ സ്പെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 7-inch ടച്ച് സ്ക്രീനാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1.8 GHz ഒക്ടാകോർ പ്രോസസ്സറും ഈ ഒരു വാഹനത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 3 GB ഓൺ ബോർഡ് റാം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ GPS, ബ്ലൂടൂത്ത് അതുപോലെ തന്നെ 4G LTE കണക്ടിവിറ്റീസും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ഇനി ഇതിൽ വന്നിരിക്കുന്ന കുറച്ച് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കീലെസ് എൻട്രി ആണ് ഈ വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഫോൺ ആണ് നമ്മുടെ കീ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഫോൺ പോക്കറ്റ് ഇട്ട് ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഹനത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴും ഇതിൽ നിന്നും അകലേക്ക് പോകുന്നതോറും അനുസരിച്ചാണ് ലോക്കും അൺലോക്കും ഒക്കെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ AI പവേർഡ് ആയിട്ടുള്ള സ്പീച്ച് റെക്കഗ്നിഷൻ സിസ്റ്റം വന്നിട്ടുണ്ട്. നമുക്ക് വാഹനമായിട്ട് നമ്മുടെ വോയിസ് വെച്ച് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അൺലോക്ക് ആവാനും ലോക്ക് ആവാനും അങ്ങനെയുള്ള കുറച്ച് കമാൻഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട്. ഹായ് ഭാവിഷ്, ബൈ ഭാവിഷ്. ഇത്രയും വലിപ്പമുള്ള ഒരു 7-inch സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നാവിഗേഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ സീംലെസ് ആയിരിക്കും. നമുക്ക് വളരെ വ്യക്തമായിട്ടും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഓരോ ഒരു മാപ്പിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർജിങ് സ്റ്റേഷൻ സജഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫോൺ കണക്ട് ചെയ്തുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇവിടെ കൊണ്ട് തീരുന്നില്ല. നമുക്ക് ഈസി ആയിട്ട് കോൾസ് അറ്റൻഡ് ചെയ്യാനും റിജക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ ഈ ഒരു ഫോൺ കണക്ടിവിറ്റിയിലൂടെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. ചാർജിങ് നോട്ടിഫിക്കേഷനുകളും അതുപോലെ തന്നെ നമുക്ക് സ്കൂട്ടറിനെ റിമോട്ടായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സ്കൂട്ടറിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഒട്ടനവധി ഫീച്ചേഴ്സാണ് ഈ ഒരു ഫോൺ കണക്ടിവിറ്റിയിലൂടെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നത്. SOS അലേർട്ട്, ടാമ്പർ അലേർട്ട് അതുപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് അലേർട്ട് എന്നിവയും ഈ ഒരു സ്കൂട്ടറിൽ ഷോ ചെയ്യുന്നതാണ്. ഇനി ചാർജിങ് എങ്ങനെയാണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവാണ് അടുത്തായിട്ട് വരുന്നത്. നമുക്ക് പോർട്ടബിൾ ആയിട്ടുള്ള ഹോം ചാർജിങ് ഫെസിലിറ്റി ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ചാർജർ ലഭിക്കുന്നതാണ്. അതല്ലെങ്കിൽ ഓലയുടെ ഹൈപ്പർ ചാർജ് സ്റ്റേഷൻസ് നമ്മുടെ രാജ്യത്തെ പല ഭാഗങ്ങളിലും അവർ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ അടുത്ത് എത്തുന്നതായിരിക്കും. സോ അങ്ങനെയുള്ള ഹൈപ്പർ ചാർജ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നല്ല വേഗത്തിൽ തന്നെ നമ്മുടെ സ്കൂട്ടറിൽ ചാർജ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് സർവീസ് നോക്കിക്കഴിഞ്ഞാൽ ആപ്പ് ത്രൂ നമുക്ക് സർവീസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഹോം സർവീസാണ്. അതുപോലെ തന്നെ
മൊത്തത്തിൽ ഇലക്ട്രോണിക്കലി ആയതുകൊണ്ട് തന്നെ വണ്ടിയിലുണ്ടാകുന്ന മെയിൻ്റനൻസ് അലേർട്ടുകളും കാര്യങ്ങളും എല്ലാം തന്നെ AI പവേർഡ് ആയിട്ട് ഒരു ആപ്പിൽ തന്നെ സർവീസ് പേഴ്സൺ ലഭിക്കുന്നതാണ്. സോ സർവീസിങ്ങും വളരെ എളുപ്പത്തിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, അത്രയൊക്കെയാണ് ഓല സ്കൂട്ടറിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓല സ്കൂട്ടറിനെ പറ്റിയിട്ട് അറിയാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ തന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ആദ്യം അറിയാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലായിട്ടുള്ള വണ്ടി മലയാളം എന്നുള്ള പേജും ഒന്ന് ഫോളോ ചെയ്തു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ നിജിൻ സൈനിങ് ഔട്ട്.